സായിപ്പ് നമ്മുടെ കൃതികൾ പഠിച്ചിട്ട് ഇംഗ്ലണ്ടിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ഇവിടെ വന്ന് എന്തെങ്കിലും പ്രബോധനം നടത്തിയാൽ അതിനൊക്കെ പാൽപ്പായസം പോലെ വിഴുങ്ങിക്കോളും. നമ്മുടെ ഋഷിമാരെ പറഞ്ഞത് അംഗീകരിക്കില്ല. ഇംഗ്ലണ്ടിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും വന്ന സായിപ്പന്മാരെ നോക്കിയപ്പോൾ കുട്ടികൾ ഓലപ്പന്തിട്ട് കളിക്കുന്നു. അത് കണ്ടുപഠിച്ചിട്ട് അവിടെ പോയി ചില മാറ്റങ്ങൾ വരുത്തിയാണ് എന്തായത്. ക്രിക്കറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വിട്ടില്ലെന്ന് പറഞ്ഞ ഒരു ചെറിയ ജീവിയാണല്ലോ. ലോകത്ത് എത്ര വിഡ്ഢികളുണ്ടെന്ന് കണക്കിലെടുക്കാൻ വേണ്ടിയാണ് സായിപ്പ് ഈ സാധനം തുടങ്ങിയത്, ക്രിക്കറ്റ്. സച്ചിൻ തെണ്ടുൽക്കറൊക്കെ പോലുള്ള അതാണ് ഏറ്റവും വൃത്തികെട്ടൊരു സാധനമായാലും അംഗീകരിക്കാൻ ജനമുണ്ടെങ്കിൽ അതങ്ങ് സ്വീകരിച്ചു. വിമാനം നിർത്തിച്ച് അവരെ ഇദ്ദേഹത്തിന് എന്തോ ഉപദേശം കൊടുത്തു, കർണനും അർജുനനും. എന്നിട്ട് രാജിവെച്ചിട്ട് അദ്ദേഹം ഹിമാലയത്തിൽ തപസ് തുടങ്ങി. അദ്ദേഹത്തെ പൈലറ്റ് ബാബ എന്നറിയപ്പെടുന്നത്. ഇന്നും അദ്ദേഹം അവിടെ തപസ് ചെയ്യുകയാണ്. ഇന്നുമുണ്ട്. പാർവതി പരമേശ്വരന്മാർ വസിക്കുന്നു. അവരുടെ ചൈതന്യമുണ്ട്. അവരുടെ ശരീരം നമ്മൾ കാണുന്ന പോലുള്ള ശരീരം എടുത്തു തന്നെ അവിടെ വസിക്കുന്നു. എത്രയോ ആയിരക്കണക്കിന് ഹെക്ടറിൽ പടർന്നു കിടക്കുന്ന ഒരു മഹാ ക്ഷേത്രമാണ് അതിനകത്തുള്ളതെന്നും പറയുന്നു. ഈ ഭാരതത്തിൽ അങ്ങ് പറഞ്ഞപ്പോൾ എല്ലാം അന്ന് താളിയോലകളിൽ എഴുതി വെക്കാറ് ഉണ്ട്, എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് പല ഗ്രന്ഥങ്ങളും വിദേശികൾ കൊണ്ടുപോയി. ജർമ്മൻസ് ആണ് കൂടുതലും കൊണ്ടുപോയിട്ടുള്ളത്. അവരാണ് ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയത്. അതെ, അതെല്ലാം അതിന് കാരണം നമ്മുടെ കഴിവുകളിനെ കുറിച്ച് നമ്മൾ മറന്നുകൂടാ. ഇന്ത്യയിലെ രാജാക്കന്മാരെല്ലാം തന്നെ സുഖിയന്മാരായിരുന്നു. ഇത് നമ്മൾ ഈ യാഥാർത്ഥ്യം നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത് ഒരിക്കലും. എനിക്കിപ്പോൾ ഒരു കൈയില്ലെങ്കിൽ ആ കയ്യിലും കൂടെ ഞാൻ ഒരു കമ്പ് കെട്ടി വെച്ചിട്ട് അതിൽ ഷർട്ട് മുകളിൽ തുണി കൊണ്ട് പൊതിഞ്ഞാൽ ഒറിജിനൽ കൈയാവില്ല. ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയും ചെയ്യരുത്. നമ്മുടെ രാജാക്കന്മാരുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ ഉള്ളത് കൊണ്ടല്ലേ വിദേശത്തുള്ള സകല വൃത്തികെട്ടവന്മാർ ഇവിടെ നുഴഞ്ഞു കയറിയതും നമ്മുടെ വസ്തുക്കൾ കൈയടക്കിയതും ഇവിടെ പള്ളികളും ആരാധനാലയങ്ങൾ വെച്ചതും നമ്മുടെ ഖജനാവിൽ നിന്ന് പണം എടുത്തു കൊടുത്ത് പള്ളികൾ പണിതു എന്നൊക്കെ പറയുന്നത് വിശാല മനസ്ക മാഗ്നാനിമിറ്റി, മഹാമനസ്കതയെ കാണിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ ആ ഒരു സ്വാമിജി പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഗ്രന്ഥങ്ങളിലുണ്ടായിരുന്ന പല കാര്യങ്ങളുമാണ് ഇന്ന് വിദേശത്ത് നിരീക്ഷണങ്ങൾ ലോകത്തുള്ള, ഇന്ത്യയിലെ മാത്രം കാര്യമല്ല പറയുന്നത്, ലോകത്തുള്ള സകല കണ്ടുപിടുത്തങ്ങൾക്കും പ്രേരക ശക്തിയായി വർത്തിക്കുന്നത് ഇന്നും നമ്മുടെ ഋഷീശ്വരന്മാരെഴുതിയ ഏടുകൾ തന്നെയാണ്. നളന്തയിലൊക്കെ കാലങ്ങളോളം നളന്തയൊക്കെ കത്തിച്ചപ്പോൾ ഈ ഗ്രന്ഥക്കെട്ടുകൾ നളന്തയിൽ കത്തിച്ചപ്പോൾ മാസങ്ങളോളം വർഷങ്ങളോളം നിന്ന് കത്തി എന്നാണ് പറയുന്നത്. അതെ, വർഷങ്ങളോളം ഉണ്ടായിരുന്നു. അജന്ത, എല്ലോറ തുടങ്ങിയ ഗുഹകളിൽ അടുക്കി വെച്ചിരുന്ന ടൺ കണക്കിന് ഈ പാം ലീഫിൽ എഴുതപ്പെട്ട, പനയിൽ എഴുതപ്പെട്ട ഈ ഏടുകൾ വാരിയിട്ട് കത്തിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ രാജാക്കന്മാരാണല്ലോ അന്നത്തെ ഭരണാധികാരികൾ രാജാക്കന്മാരാണ്. അവരാണിത് സൂക്ഷിക്കേണ്ടത്, അവരാണ് നമ്മുടെ പൈതൃകത്തെ കാത്തു സൂക്ഷിക്കേണ്ടത്. അവരത് ചെയ്തില്ല. അവർക്കിതിൻ്റെ മഹത്വം അന്ന് മനസ്സിലായില്ല. അവർ ഒരു സാധാരണ എന്തോ കുത്തിക്കുറിച്ചതുപോലെ അവർ കണ്ടുള്ളൂ. ഭാരതത്തിൻ്റെ ഈശ്വരീയമായ ദർശനങ്ങളും പൈതൃകങ്ങളും നഷ്ടപ്പെട്ടതിന് കാരണം നമ്മൾ തന്നെയാണ്, ഇവിടുത്തെ നമ്മുടെ പൂർവികർ തന്നെയാണ്. എന്നിട്ടിപ്പോൾ നമ്മൾ വിദേശത്ത് വരുന്ന ഓരോ കണ്ടുപിടുത്തങ്ങളും നമ്മൾ അതിശയിക്കുന്നു. അത് ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന കുറേ രാഷ്ട്രീയക്കാർക്ക്, ഒരുവിധപ്പെട്ട രാഷ്ട്രീയക്കാർക്കൊന്നും ഇതങ്ങോട്ട് ദഹിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാണ് അവർ, സായിപ്പന്മാരവിടെ നിന്ന്, സായിപ്പ് നമ്മുടെ കൃതികൾ പഠിച്ചിട്ട് ഇംഗ്ലണ്ടിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ഇവിടെ വന്ന് എന്തെങ്കിലും പ്രബോധനം നടത്തിയാൽ അതിനൊക്കെ പാൽപ്പായസം പോലെ വിഴുങ്ങിക്കോളും. നമ്മുടെ ഋഷിമാരെ പറഞ്ഞത് അംഗീകരിക്കില്ല. നമ്മുടെ ഋഷിമാരുടേതാണ് അവർ പറഞ്ഞത്, അത്രയേ ഉള്ളൂ. ഉദാഹരണം ക്രിക്കറ്റ്. ഇംഗ്ലണ്ടിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും വന്ന സായിപ്പന്മാരെ നോക്കിയപ്പോൾ കുട്ടികൾ ഈ പഴയ ഓലപ്പന്തുണ്ടല്ലോ, ഓലപ്പന്തിട്ട് കളിക്കുന്നു. അത് കണ്ടുപഠിച്ചിട്ട് അവിടെ പോയി ചില മാറ്റങ്ങൾ വരുത്തിയാണ് എന്തായത്. ക്രിക്കറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വിട്ടില്ലെന്ന് പറഞ്ഞ ഒരു ചെറിയ ജീവിയാണല്ലോ. വിട്ടില്ലെന്ന് പറഞ്ഞ് പോകുന്ന ആ ജീവി ഭയങ്കര സ്പീഡിനാണ് പോണത്. അതുപോലെയാണ് ഈ ക്രിക്കറ്റ് പോലെ പോണത്. ഇതുപോലെയാണ് എല്ലാം. ഇവിടുന്ന് കൊണ്ടുപോയ സാധനം അവിടെ പോയി ചില മാറ്റങ്ങൾ വരുത്തി ഇവിടെ കൊണ്ടുവരുമ്പോൾ ഈ ലോക ജനത മുഴുവനും അംഗീകരിക്കും. ജോർജ് ബെർണാഡ് ഷായോട്
ഒരു പത്രക്കാരൻ ചോദിച്ചു, വാട്ട് ഡു യു സേ അബൌട്ട് ക്രിക്കറ്റ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? 11 ഫുൾസ് ആർ പ്ലേയിങ് ആൻഡ് 11,000 ഫുൾസ് ആർ വാച്ചിങ്. 11 വിഡ്ഢികൾ കളിക്കുന്നു, 11,000 വിഡ്ഢികൾ കാണുന്നു. തീർച്ചയായും. വാസ്തവത്തിൽ അതിനകത്ത് എന്തെങ്കിലും രസകരമായിട്ടുണ്ടോ ഉള്ളതുണ്ടോ? ഇല്ല. പക്ഷേ ലോകത്ത് എത്ര വിഡ്ഢികളുണ്ടെന്ന് കണക്കിലെടുക്കാൻ വേണ്ടിയാണ് സായിപ്പ് ഈ സാധനം തുടങ്ങിയത്, ക്രിക്കറ്റ്. സച്ചിൻ തെണ്ടുൽക്കറൊക്കെ പോലുള്ള അതാണ് ഏറ്റവും വൃത്തികെട്ടൊരു സാധനമായാലും അംഗീകരിക്കാൻ ജനമുണ്ടെങ്കിൽ അതങ്ങ് സ്വീകരിച്ചു കൊടുക്കും. അത് സൊസൈറ്റിയുടെ, ഹ്യൂമൻ സൊസൈറ്റിയുടെ ഒരു ബാഡ് നേച്ചറാണ്. ക്രിക്കറ്റ് ആരാധകരെ ദൈവം നോക്കാൻ നമ്മൾ സച്ചിൻ തെണ്ടുൽക്കർ പോലെ ഒരു ആത്മീയമായി മുന്നോട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ വേറെ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആത്മീയതയിൽ അദ്ദേഹം ഒരുപാട് ഉയരങ്ങൾ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ഭാരതത്തിലെ എല്ലാ ഋഷീശ്വരന്മാരും കനത്ത സംഭാവനകൾ നൽകിയിട്ടാണ് ഈ ലോകം വിട്ടുപോയത്, അവരുടെ ശരീരം വിട്ടുപോയത്. തീർച്ചയായും. മോർട്ടൽ ബോഡി കളഞ്ഞിട്ട് പോയത്. അവരിന്നും ഈ മണ്ണിലുണ്ട്, അവരുടെ ആത്മാവ് ഇപ്പോഴും ഉണ്ട് ഇവിടെ. തീർച്ചയായിട്ടും ഉണ്ട്. അവരുടെ പ്രബോധനങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഹിമാലയത്തിൻ്റെ ഉള്ളിൽ ക്ഷേത്രമുണ്ടെന്ന് പറഞ്ഞതാര? 2ാം ലോകമഹായുദ്ധത്തിൽ കരസേനയുടെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്ന പൈലറ്റ് ബാബ. അങ്ങ് കേട്ടിരിക്കുമോ തോന്നുന്നു. ഇപ്പം ഹിമാലയത്തിൽ തപസ് ചെയ്യുന്ന ആളാണ് ഞാൻ ഈ പറയുന്ന വ്യക്തി. അന്ന് അദ്ദേഹം ഒറ്റയ്ക്ക് ഹിമാലയത്തിൻ്റെ മുകളിലൂടെ വിമാനം പറത്തിക്കുമ്പോൾ, സെക്കൻഡ് വേൾഡ് വാർ കാലഘട്ടത്തിൽ, അദ്ദേഹം കർണനെയും മഹാഭാരതത്തിലെ അർജുനെയും ഒക്കെ കണ്ടു എന്നാണ് പറയണത്. വിമാനം നിർത്തിച്ച് അവരെ ഇദ്ദേഹത്തിന് എന്തോ ഉപദേശം കൊടുത്തു, കർണനും അർജുനനും. എന്നിട്ട് ഈ ഇദ്ദേഹം വിമാനം ഇറക്കി ഈ യുദ്ധം തീർന്ന ഉടൻ തന്നെ അദ്ദേഹം രാജിവെച്ചു. 2ാം ലോക മഹായുദ്ധ സമയത്താണിത്. അതെ. രാജിവെച്ചിട്ട് അദ്ദേഹം ഹിമാലയത്തിൽ തപസ് തുടങ്ങി. അദ്ദേഹത്തെ പൈലറ്റ് ബാബ എന്നറിയപ്പെടുന്നത്. ഇന്നും അദ്ദേഹം അവിടെ തപസ് ചെയ്യുകയാണ്. ഇന്നുമുണ്ട്. ഇന്നുമുണ്ട്. ഇന്നും അദ്ദേഹം തപസ് ചെയ്യുന്ന ഒരു ഗുഹയിൽ അദ്ദേഹം ഒരുപാട് പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യ പോയാൽ ഈ ലോകമേ കാണില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യ മഹാരാജ്യത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ ഈ ലോകം മുഴുവനും നശിക്കുന്നതാണ്. പ്രപഞ്ചത്തിൻ്റെ ഗുരു സ്ഥാനീയാണ് ഭാരതാംബയ്ക്കുള്ളത്. ഭാരതത്തെ നമ്മൾ അമ്മയായിട്ടാണല്ലോ, ദേവിയായിട്ടാണല്ലോ കാണുന്നത്. ലോകത്തെ രാജ്യത്തെ പിതാവായിട്ട് കാണുന്ന ഒരേ ഒരു രാജ്യമേ ഉള്ളൂ. ഗ്രീക്കുകാർ മാത്രമാണ് പിതാവായി കാണുന്നത്, പിതൃഭൂമി എന്ന് പറയുന്നത്. ബാക്കി എല്ലാ രാജ്യക്കാരും മാതൃഭൂമി എന്നേ പറയാറുള്ളൂ. ഇന്നും ഈ പറഞ്ഞ ആ സന്യാസിയെ, 2ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത പൈലറ്റ് ബാബയെ ഇന്നും ആ പൈലറ്റ് ബാബയെ കാണാൻ കഴിയുമോ? അത് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അദ്ദേഹം കണ്ടവരുണ്ട്. അദ്ദേഹം ഇന്നും തപസ് ചെയ്യുന്നു. ഹിമാലയത്തിനകത്ത്, ഹിമാലയ പർവ്വതത്തിൻ്റെ ഉള്ളിൽ ഇന്നും പാർവതി പരമേശ്വരന്മാർ വസിക്കുന്നു. അവരുടെ ചൈതന്യമുണ്ട്. അവരുടെ ശരീരം നമ്മൾ കാണുന്ന പോലുള്ള ശരീരം എടുത്തു തന്നെ അവിടെ വസിക്കുന്നു. ഗണപതിയും മുരുകനും അടങ്ങുന്ന ശൈവ കുടുംബം മുഴുവനും അവിടെ ഉണ്ട്. ഋഷിമാരുണ്ട്. എത്രയോ ആയിരക്കണക്കിന് ഹെക്ടറിൽ പടർന്ന് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് അതിനകത്തുള്ളതെന്നും പറയുന്നു. പക്ഷെ ആർക്കും അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. ഇതിൽ നിന്ന് വലിയ അവിടെ മനുഷ്യ ഇത് പറ്റൂല. ഈ എവറസ്റ്റ് പോലുള്ള കൊടുമുടികൾ മനുഷ്യൻ കീഴടക്കി. പക്ഷെ ഒരു കാരണവശാലും ഈ കൈലാസം പർവ്വതം കീഴടക്കാനോ അതിൽ കയറാനോ പറ്റുന്നില്ല. അത്രയും ഉയരമില്ല കൈലാസത്തിന്. അതെ, ഇതൊക്കെ കൊണ്ടാണ്. അതെ, ഇതിനകത്ത് ഈ മഹാദേവനും പരാശക്തിയായ പാർവതീദേവിയും വസിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ആർക്കും തൊടാൻ പറ്റില്ല. മനുഷ്യർക്ക് പ്രവേശിക്കാനെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ക്ഷേത്രമല്ലല്ലോ അത്. പ്രപഞ്ചപിതാവും പ്രപഞ്ചമാതാവും വസിക്കുന്ന അത്യന്തം പവിത്രമായ സ്ഥലം. അത് മഹർഷി ഇപ്പം ഇത് മാർക്കണ്ഡേയ മുനി പോലുള്ളവർക്ക് കാണാം. അല്ലെങ്കിൽ പിന്നെ ദുർവാസവും മഹർഷിയെ പോലുള്ളവർക്ക് കാണാം. നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് കാണാൻ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല. എല്ലാ അർത്ഥത്തിലും 100% മനോശുദ്ധിയും ശരീരശുദ്ധിയും ഉള്ളവരും ഭൗതിക പരിത്യാഗികളും രാഗികളും വിരാഗികളും ഉണ്ടല്ലോ. രാഗികളെന്ന് പറഞ്ഞാൽ ഭൗതിക സമ്പത്ത് കൊണ്ട് ജീവിച്ച് ഇന്ദ്രിയപരമായ സുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടി നടക്കുന്നവരാണ് രാഗികൾ. വിരാഗികളുണ്ട്. ഇത് ക്ഷണികമാണ്, നശ്വരമാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നത് എന്തെല്ലാമാണുണ്ടോ അതെല്ലാം തന്നെ
ക്ഷണികമാണ്, നശ്വരമാണെന്നുള്ള ചിന്താ പദ്ധതി. എന്തായാലും ആദ്യം പറഞ്ഞ ആ ഗുരു അദ്ദേഹം 800 വർഷങ്ങൾക്കും ഇപ്പുറവും ഭൂമിയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രഭാകര സിദ്ധയോഗി പരമഹംസ. എന്തായാലും പ്രഭാകര സിദ്ധയോഗി പരമഹംസ ഇപ്പോഴും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുണ്ട്. ഇപ്പം കന്യാകുമാരിയിലെ മായിയമ്മയെ കുറിച്ച് അങ്ങ് കേട്ടിട്ടുണ്ടോ? ആ, ഇപ്പോഴും ഉണ്ടെന്നാണ് അവിടെ കന്യാകുമാരിയിലെ ജനം വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോഴും പല ഭക്തന്മാരും അമ്മ ജീവിച്ചിരുന്നപ്പോൾ അമ്മയെ കണ്ട പല ഭക്തന്മാരും കടലിൽ ചില ദിവസങ്ങളിൽ അമ്മ തിരമാലയിൽ നിന്ന് കൈകാട്ടി വിളിക്കുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്ന രംഗം പലരും കാണുന്നു ഇപ്പോഴും. ഇപ്പോഴും അത് ഭക്തിയുടെ ഒരു തലമാണ്. അതാണ് ഭക്തി എന്ന് പറയുന്നത്. ഇപ്പം അങ്ങൊരു ശ്രീകൃഷ്ണ ഭക്തനാണെന്ന് വിചാരിക്കുക. കാണുന്നതെല്ലാം ശ്രീകൃഷ്ണനാണ് എന്ന ഒരു ചിന്ത, അതിനെയാണ് സർവാത്മഭാവം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭക്തി കൊണ്ട് ജപിച്ചും നിരന്തരം ധ്യാനിച്ചും നിരന്തരം സ്മരിച്ചും ഭഗവാനെക്കുറിച്ച് മാത്രം സ്മരിക്കും. അങ്ങനെയായി വരുമ്പോൾ താങ്കൾ ശ്രീകൃഷ്ണൻ്റെ എല്ലാ അനുഗ്രഹത്തിനും പാത്രീഭൂതനായി തീരുകയും അങ്ങനെ കാണുന്നതിലെല്ലാം ഭഗവാനെ ദർശിക്കുവാനും കഴിയും. അതാണ് ഭക്തി. സമ്പൂർണ്ണ സമർപ്പണം. അല്ലാതെ കുളിച്ച് ക്ഷേത്രത്തിൽ പോയി ഒരു 5 രൂപ നടത്തിയിട്ട് അവിടെ ഒരു അർച്ചനയും നടത്തി ഭഗവാനെ തൊഴുതിട്ട് വരണം, അതൊന്നും ഭക്തി എന്ന് പറയാൻ പറ്റത്തില്ല.